ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. വലിയ നോയമ്പിന്റെ 40-ാം ദിവസത്തേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഈ 40 ദിവസത്തെ നോമ്പും ധ്യാനങ്ങളും നമ്മിൽ എന്ത് വ്യതിചലനങ്ങൾ സൃഷ്ടിച്ചു എന്ന് അവലോകനം ചെയ്യാനുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളത്. നോമ്പ് ദിനങ്ങളിലെ ഭക്ഷണ ക്രമീകരണം ശാരീരിക വ്യതിയാനങ്ങൾ ഉണ്ടാക്കി കടന്നുപോയോ, അതോ അത് ആത്മീക മനുഷ്യന് ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയോ? നമുക്ക് ശോധന ചെയ്യാം. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗം ഏവർക്കും സുപരിചിതമായ ഭാഗമത്രേ. കർത്താവിന്റെ 40 ദിവസത്തെ ഉപവാസവും അതിനുശേഷം പിശാചിൽ നിന്ന് നേരിടേണ്ടി വന്ന പരീക്ഷകളുമാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഒട്ടുമിക്ക സംഭവങ്ങൾക്കും അത്ഭുതങ്ങൾക്കും പഠിപ്പിക്കലുകൾക്കും ആരെങ്കിലുമൊക്കെ തന്നെ സാക്ഷികളായിരുന്നു. എന്നാൽ 40 ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസത്തിലും അതിനുശേഷമുള്ള പരീക്ഷയിലും ആരും തന്നെ സാക്ഷികളായിരുന്നില്ല. ആയതിനാൽ യേശു കർത്താവ് തന്നെ ഈ സംഭവം ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തതായിരിക്കും എന്ന് അനുമാനിക്കപ്പെടുന്നു. ഈ ഭാഗത്ത് യേശു കർത്താവിനെ പിശാച് 3 പരീക്ഷകളാൽ പരീക്ഷിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, പിശാച് അവനെ 40 ദിവസവും പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നാണ്. പരീക്ഷകളെ കുറിച്ചല്ല, യേശു കർത്താവ് പരീക്ഷകളെ എങ്ങനെ അതിജീവിച്ചു എന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ആത്മാവിന്റെ ശക്തിയാൽ. 40 ദിവസത്തെ ഉപവാസത്തിനായി മരുഭൂമിയിലേക്ക് പോകുന്നതിന് മുൻപേ നടന്ന സംഭവം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു കർത്താവ് യോഹന്നാനാൽ സ്നാനമേൽക്കുന്നതും പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വരുന്നതും. അതേ ആത്മാവാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുന്നതായി 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ വലിയ ആവാസം യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. ആ ആത്മാവിന്റെ ശക്തിയോടെയാണ് യേശു ഉപവാസത്തിന്റെ അനുഭവത്തിൽ പ്രവേശിക്കുന്നത്. തന്റെ തുടർന്നുള്ള ശുശ്രൂഷ നോവിലിരിക്കുന്നവർക്ക് അൻപായി തീരാൻ വേണ്ടി തന്നെ തന്നെ ഒരുക്കുന്ന ശുശ്രൂഷയാണ് മരുഭൂമിയിലെ നോമ്പുകാലത്തിലൂടെ യേശു നേടിയത്. ആ 40 ദിവസത്തിലും പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴും ആത്മാവിന്റെ ശക്തിയോടെ അതിനെ അതിജീവിക്കാൻ യേശുവിന് കഴിഞ്ഞു. തുടർന്ന് 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു ആത്മാവിന്റെ ശക്തിയോടെ തന്റെ പരസ്യ ശുശ്രൂഷയ്ക്കായി പോയി എന്ന്. ആത്മാവിന്റെ ശക്തിയാലെ നമുക്കും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കായി ഈ നാളുകളിൽ ഒരുങ്ങണം. നമ്മുടെ ഈ ജീവിതത്തിലും പരീക്ഷകൾ വരുമ്പോൾ തളരാതെ പിടിച്ചു നിൽപ്പാൻ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലെ സാധ്യമാകൂ. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പുതുക്കപ്പെടുന്നതാകട്ടെ ഈ നോമ്പുകാലം. രണ്ടാമതായി, വചനത്തിന്റെ ആഴമായ അടിസ്ഥാനത്തിൽ. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തവനാണ് യേശു. ആ യേശു ക്രിസ്തു പിശാചിനെ നേരിട്ടത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിശാചിന്റെ ഓരോ പരീക്ഷണങ്ങൾക്കുമുള്ള മറുപടി താൻ നൽകുന്നത് വചനത്തിൽ നിന്നാണ്. യേശു നേരിട്ടത് പരീക്ഷയാണ്, പരീക്ഷണമല്ല. പരീക്ഷ എന്നാൽ പഠിച്ചതിനെ പരിശോധിച്ചു നോക്കുക എന്നതാണല്ലോ. ഇവിടെ വ്യക്തമായി തന്റെ പരീക്ഷയെ യേശു നേരിട്ടു. ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് പരീക്ഷകളാണ്. അതിനെ നേരിടാൻ നാം ബാധ്യസ്ഥരുമാണ്. നമ്മുടെ മാതാപിതാക്കളിലൂടെ, അധ്യാപകരിലൂടെ, ചുറ്റുപാടുകളിലൂടെ, നമ്മുടെ അനുഭവങ്ങളിലൂടെ പഠിച്ചത് വചനാടിസ്ഥാനമായ കാര്യങ്ങൾ ആണെങ്കിൽ അതിനെ നന്നായി നേരിടാൻ നമുക്ക് സാധിക്കും. ഈ ലോകത്തിനനുസൃതമായും വ്യക്തി താല്പര്യങ്ങൾക്കും വേണ്ടിയല്ല വചനത്തെ പഠിക്കേണ്ടത്, ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആയിരിക്കണം. ഇന്ന് നാം നേരിടുന്ന പ്രധാന പരീക്ഷകൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുന്നതാണ്. അവിടെയാണ് നാം പലപ്പോഴും പരാജയപ്പെടുന്നത്. ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലെയുള്ള പ്രലോഭനങ്ങളും പ്രലോഭകരും മുന്നിലുള്ളപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കാതെ പോകുന്നത് വചനത്തെ ഉള്ളിൽ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാൻ കഴിയാത്തതിനാലാണ്. യേശു കർത്താവ് തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ വചനാടിസ്ഥാനത്തിൽ തന്റെ പരീക്ഷകളെ എപ്രകാരം നേരിടണമെന്ന് പലയിടങ്ങളിലായി ഉപദേശിച്ചു തരുന്നതായി കാണാം. വചനത്തെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കാലഘട്ടത്തിനനുസൃതമായി ജീവിതത്തിലേക്ക് വരുന്ന പരീക്ഷകന്മാരെയും പരീക്ഷകളെയും നന്മ തിന്മകളെയും തിരിച്ചറിയാനുള്ള കഴിവും അതിനെ എതിർത്ത് നിൽക്കാനുള്ള കഴിവും സാധ്യമായി തീരും.
യേശുക്രിസ്തു തന്റെ 40 ദിവസത്തെ നോമ്പിനെ തന്റെ തുടർന്നുള്ള പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന ഊർജമായി തന്നെ ഒരുക്കുന്ന ദിവസങ്ങളായി തീർത്തത് വചനാടിസ്ഥാനത്തിലും ആത്മാവിന്റെ ശക്തിയിലുമാണ്. നമ്മുടെ ഈ നോമ്പുകാലവും ജീവിതത്തിലെ പരീക്ഷകളെയും പരീക്ഷകന്മാരെയും തിരിച്ചറിയുന്നതിനും നേരിടുന്നതിനും വചനത്താലും പരിശുദ്ധാത്മാവിനാലും നിറയ്ക്കുന്ന അനുഭവമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ 40 ദിവസത്തെ നോമ്പാചരണം ആചരണമായി മാത്രം തീരാതെ വചനത്തിൽ കൂടുതൽ അടിസ്ഥാനപ്പെടുവാനും പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുവാനും ജീവിതത്തെ അങ്ങയോട് ചേർത്ത് വെക്കുവാനും ആക്കി തീർക്കണമേ. ആമേൻ.